നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നും അവസാനിക്കുന്നില്ല, തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ എത്തിയപ്പോഴാ മനസ്സിലായത്. ഞാൻ ഇറങ്ങാ. ശാലിനി, ഞാൻ മടങ്ങി എത്തുമ്പോ ഈ മനുഷ്യൻ ഇവിടെ കാണരുത്. അമ്മയോടും കൂടിയാ പറയുന്നേ. കുടുംബത്തെ പോറ്റാൻ ഈ പ്രായത്തിലും വളയാൻ പിടിക്കുക രാമേട്ടൻ. ഇതൊക്കെ അച്ഛൻ കണ്ടു പഠിക്കും. നിങ്ങള് മോളെ, നിങ്ങൾ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ദയവ് ചെയ്ത് എന്നെ അങ്ങനെ വിളിക്കരുത്. ദയവേത് എന്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു തരോ പ്ലീസ്. ശാലിനി, മോളെ എന്തൊക്കെയാ ഈ പറഞ്ഞതെന്ന്? കുറുപ്പ് സാറിന് എന്നോട് ഒരു അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ദയവേതൊരു ഉപകാരം ചെയ്യണം. ഈ മനുഷ്യനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ പറയണം. മോളെ, അച്ഛന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു എന്നുള്ള പാപം കൂടി എനിക്ക് വേണ്ട. ഈ മനുഷ്യൻ അത് അർഹിക്കുന്നതാണെങ്കിലും മോളെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. കുറുപ്പ് സാറേ, 4:45 മിനിസ്റ്ററുടെ ഒരു മീറ്റിംഗ് ഉണ്ട് എനിക്ക്. എന്റെ അച്ഛൻ ചെയ്ത വീരകൃത്യം അറിഞ്ഞ് ഒന്ന് പ്രശംസിക്കാൻ വന്നതാ ഞാൻ. ഒന്നും അവസാനിക്കുന്നില്ല, തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ എത്തിയപ്പോഴാ മനസ്സിലായത്. ഞാൻ ഇറങ്ങാ. ശാലിനി, ഞാൻ മടങ്ങി എത്തുമ്പോ ഈ മനുഷ്യൻ ഇവിടെ കാണരുത്. അമ്മയോടും കൂടിയാ പറയുന്നേ. മുത്തശ്ശൻ ഇറങ്ങിപ്പോവോ? വേണ്ട മുത്തശ്ശി പോവണ്ട. പോവണ്ട മുത്തശ്ശ, അമ്മ വെറുതെ പറഞ്ഞതാ. കുഞ്ഞിനകത്ത് കൊണ്ടുപോ ശാരദ. ഗോപാലേട്ടാ, നാട്ടുകാർ നോക്കി നിൽക്കുന്ന ശാരദ. ഈ കുഞ്ഞിന്റെ കണ്ണീര് കൂടി വീഴുന്നത് അവര് കാണണ്ട. ഞാൻ കൊണ്ടുപോവാനാ പറഞ്ഞത്. നീ കൂടി എന്നെ അനുസരിക്കില്ലെന്ന് നാട്ടുകാരറിയണ്ട. ശാരദാമ്മേ, മോള് വാ. മുത്തശ്ശനോട് പോകണ്ടെന്ന് പറയ് ശാരദാമ്മേ. മുത്തശ്ശൻ പോയില്ല കേട്ടോ. പോയല്ലേ മുത്തശ്ശ പോയല്ലേ. കുട്ടികളില്ലാത്തതില് നിരാശ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോ തോന്നും കുട്ടികളില്ലാത്തതൊരു ഭാഗ്യമാണെന്ന്. ഒരു ചായക്കടക്കാരിയുടെ മകളെ IAS എന്ന അഭിമാന നേട്ടത്തിലേക്ക് കൈ പിടിച്ചുയർത്തിയ സ്കൂൾ മാഷ്. ഈ ശാലിനിയുടെ ഒരു കാര്യം, ഇതൊക്കെ അവിടെ പറയേണ്ട വല്ല കാര്യമുണ്ടോ?
ഒരു പൂവിരിഞ്ഞാൽ അത് നിൽക്കുന്ന മണ്ണും അതിനിട്ട വളവുമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ സാറേ? അപ്പൊ മോള് ശാലിനിയുടെ കൂടെ സിവിൽ സർവീസ് അക്കാദമിയിലൊക്കെ പഠിച്ചതാണോ? ആ, ഞാനും പഠിച്ചു. ഇപ്പൊ ഏത് ജില്ലയിലാ? ഇപ്പോ ഈ ജില്ലയിൽ തന്നെയാണ് സാറേ. സാറിപ്പോ ഈ ചായന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചില്ലേ, അതിവിടം വരെ എത്തിയെങ്കിലും അത് കുടിക്കാനും വേണം ഒരു യോഗം. ജീവിതത്തിൽ ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. മോളുടെ ജീവിതത്തില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അതിനെയൊക്കെ ധൈര്യപൂർവ്വം അതിജീവിക്കണമായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരാളാ ശാലിനിയെന്ന് മോൾക്ക് തോന്നിയിട്ടുണ്ടോ? ശാലിനിയുടെ ഒപ്പം മോള് പഠിച്ചിരുന്നതെന്നല്ലേ പറഞ്ഞത്? മോളുടെ പ്രശ്നങ്ങള് ശാലിനി മോളോട് പറഞ്ഞാലും മതിയായിരുന്നു. അവൾ അതിനൊരു പരിഹാരം കണ്ടെത്തിയനെ. ഇനി ഏതെങ്കിലും ആൾക്കാർ വഴിയുണ്ടായ പ്രശ്നമാണെങ്കിൽ അതിന് തിരിച്ചടി കൊടുക്കണം. അപ്പോ ശാലിനിയെ പഠിപ്പിച്ച മാഷിന്റെ അഭിപ്രായവും അങ്ങനെയാണ്. പിന്നല്ലാതെ. എന്നെ ഒന്ന് അനുഗ്രഹിക്കണം സാറേ. അതെന്തിനാ മോളെ ഇപ്പോ ചുമ്മാതൊരു അനുഗ്രഹം? ശാലിനിയെ പഠിപ്പിച്ച സാറല്ലേ, ചുമ്മാ തുറന്നിരിക്കട്ടെ. മോള് നന്നായി വരും. ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി നടക്കുമെന്ന് കൂടി പറയ് സാറേ. ഒക്കെ നടക്കട്ടെ. മതി സാറേ, തൃപ്തിയായി. ഈ കാഴ്ച കാണാൻ ശാലിനിയും കൂടി ഇവിടെ വേണ്ടതായിരുന്നു. ഒരു പാവം സ്കൂൾ മാഷിന്റെ അനുഗ്രഹത്തിന് അത്രയൊക്കെ പ്രാധാന്യം ഉണ്ടോ മോളെ? അതിന്റെ പ്രാധാന്യം സാറിന് അറിയാഞ്ഞിട്ടാ. മാഷന്മാരുടെ വാക്കുകളാ പലപ്പോഴും നമ്മളുടെ കാര്യങ്ങൾക്ക് വിളക്കാകുന്നത്. ഉദാഹരണത്തിന് സാറിപ്പോ പറഞ്ഞില്ലേ, ഏതെങ്കിലും ആൾക്കാര് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തിരിച്ചടി കൊടുക്കണമെന്ന്. അതേപ്പറ്റിയൊന്നും ഞാൻ അത്ര സീരിയസ് ആയി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള അവസരമൊന്നും ഉണ്ടായില്ലെന്നുള്ളതാ സത്യം. എന്താ മോളെ ശരിക്കുള്ള പ്രശ്നം? ഞാനിപ്പോ ഒരു ചായയുടെ ഉദാഹരണം പറഞ്ഞില്ലെങ്കിലേ, എനിക്ക് കൊണ്ടുവന്ന് വെച്ച ചായ വേറൊരാളെടുത്ത് കുടിച്ചാൽ അവർക്കുള്ളത് ഞാൻ എടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിലൊരു കുഴപ്പമില്ല മോളെ. അങ്കിളുടെ നാവിനത് കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. അല്ല മോൾ ഇറങ്ങാണോ? ആ, അല്ല ശാലിനിയെ കാണുന്നില്ലേ? അതിന് ശാലിനി ഇവിടെ ഇല്ലല്ലോ അങ്കിളെ. മോക്കറിയായിരുന്നു? അവളെ ഞാൻ ഈ അടുത്തും കണ്ടിരുന്നു. പക്ഷേ അടുത്തടുത്ത നാടുകളിലാണെങ്കിലും അവളുടെ ചുറ്റുപാടുകളെ കുറിച്ച് ഒന്നും അറിയില്ല. ഒക്കെയൊന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. അല്ല ശാലിനി വരുമ്പോ ആര് വന്നിരുന്നു എന്ന് പറയണം. പറഞ്ഞിരുന്നാ മതി. വരാൻ ഒരാളേ ഉള്ളൂ എന്നുള്ളത് അവൾക്കറിയാം. അയ്യോ, മോളുടെ അടുത്തുനിന്നൊക്കെ പണം വാങ്ങാന്ന് പറഞ്ഞ സാരമില്ലങ്ങളെ, ഇനി മുതൽ കടം വെക്കേണ്ടെന്നാ എന്റെ തീരുമാനം. ചെറിയൊരു അക്ഷരപ്പെശക് തോന്നുന്നില്ലേ ഗോപാലകൃഷ്ണ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.